ഒരു വീഡിയോക്ക് വേണ്ടി വെറുതെ വന്ന് തള്ളുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഒരുപാട് വർഷങ്ങൾ മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യർ വരച്ചു തീർത്ത കേവ് ആർട്ട് എന്ന് പറയുന്ന സംഗതി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അവർ ചെയ്തു വന്ന കാര്യങ്ങളും അവർ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ആർട്ട് വർക്കിലൂടെയാണ് അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവിത ശൈലികളെല്ലാം നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്നാൽ നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിലുള്ള ഒരു ആർട്ട് വർക്കാണ്. നിങ്ങളിപ്പോ ഈ കാണുന്ന ആർട്ട് വർക്കിന് ഏകദേശം 10,000-ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ പല രീതിയിലുള്ള രൂപങ്ങളും പല രീതിയിലുള്ള വാഹനങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുമായിരിക്കും. അന്യഗ്രഹ ജീവി എക്സ്ട്രാ ടെറസ്ട്രിയൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ തലയിലേക്ക് വരുന്ന അതേ രൂപത്തിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് നമ്മുടെ സ്വന്തം രാജ്യത്ത് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്പേസ് ക്രാഫ്റ്റിനോട് സമാനമായിട്ടുള്ള ഒരു ചിത്രം നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ കാണുന്നത് 100% ഒറിജിനൽ ആയിട്ടുള്ള കേവ് ആർട്ടുകളാണ്. ഒരുപക്ഷെ ഈ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ ഡിസ്കവറി നമ്മുടെ സ്വന്തം രാജ്യത്താണ് എന്നുള്ളൊരു കാര്യം ഒട്ടുമിക്കവർക്കും അറിയാൻ വഴിയില്ല. അപ്പോ ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് വരയ്ക്കാൻ കഴിഞ്ഞത്? ഈ ലോകത്ത് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള കേവ് ആർട്ടുകൾ മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അന്നന്ന് അവരെന്താണ് കാണുന്നത്, അന്നന്ന് അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന അവർ എന്തായിരിക്കും ആ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടാവുക? നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. ഈ കേവ് ആർട്ട് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗറിലാണ്. അവിടെയുള്ള ചരമ എന്ന് പറയുന്ന സ്ഥലത്തെ വളരെയധികം ഡെൻസ് ആയിട്ടുള്ള കാടിനുള്ളിലാണ് ഈ ഒരു സ്ഥലം കണ്ടുവരുന്നത്. മെയിൻ ആയിട്ട് ട്രൈബൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് അധികം അങ്ങനെ എത്തിപ്പെടാറില്ല. ഒരുപാടധികം പ്രീഹിസ്റ്റോറിക് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റും കൂടിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇത് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിക്കാം. പക്ഷേ ഇത് ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥലമല്ല. ഇവിടെ ഇത്തരത്തിലുള്ള കേവ് ആർട്ടുകളോടൊപ്പം തന്നെ നമ്മുടെ ലോകമെമ്പാട് കാണുന്ന രീതിയിലുള്ള കേവ് ആർട്ടുകൾ നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. ഞാനിപ്പോ ഇത് എടുത്തു പറയാൻ കാരണം ഓസ്ട്രേലിയയിലും ഈ ഒരു സംഭവത്തിനോട് വളരെയധികം സാദൃശ്യം തോന്നുന്ന ഒരു കേവ് ആർട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അന്യഗ്രഹ ജീവികളോട് വളരെയധികം സാദൃശ്യം തോന്നുന്ന കേവ് ആർട്ടുകൾ നമുക്ക് അവിടെയും കാണാനും കഴിയും. ഈ ചിത്രത്തിൽ നമുക്കൊരു മൂക്ക് കാണാൻ കഴിയില്ല, വായ കാണാൻ കഴിയില്ല, ഇതേപോലെ വലിയൊരു തലയാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ചിത്രം എടുത്ത് നോക്കിയാലാവട്ടെ ഒരു ഡിസ്ക് ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ലാൻഡിംഗ് ഗിയർ പോലത്തെ ഒരു 3 കോല് പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ ഹ്യൂമൻസിന്റെ ആ ഒരു UFO എക്സ്ട്രാ ടെറസ്ട്രിയൽസുമായിട്ട് വളരെയധികം മാച്ചിങ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചുവർ ചിത്രങ്ങൾ വളരെയധികം വൈറലായി പോകാൻ കാരണം. എന്നാൽ ഈ ഒരു തിയറിക്ക് ബലം കൊടുക്കാനായിട്ട് അവിടെ ഒരു ലോക്കൽ ട്രഡീഷൻ കൂടി പറയുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർ റോഹേല എന്ന് പറയുന്ന ഒരു ട്രഡീഷനിൽ വിശ്വസിക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു വിശ്വാസം അനുസരിച്ച് ചെറിയ ആൾക്കാർ ഒരു തരത്തിലുള്ള ഡിസ്ക് ഷേപ്പ് ഒബ്ജക്റ്റിന്റെ അകത്ത് കയറി ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇറങ്ങി വരുന്ന ആൾക്കാർ ഈ വില്ലേജിൽ ജീവിക്കുന്ന ആൾക്കാരെ കൂടി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം ഈ ട്രഡീഷനിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞത് ഒരു ലോക്കൽ ട്രഡീഷൻ മാത്രമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെടുക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു സയന്റിഫിക് ബാക്കപ്പ് ഇല്ല. ഇത്രയധികം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഏൻഷ്യന്റ് ആസ്ട്രോനോട്ട് തിയറിയുമായിട്ട് വളരെയധികം റിലേറ്റബിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരുടെ മനസ്സിലേക്ക് വളരെയധികം ക്യൂരിയോസിറ്റി, വളരെയധികം കൗതുകമൊക്കെ ഇങ്ങനെ തോന്നും. ഇത് എന്തായിരിക്കും അവരെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു സംശയം എല്ലാവർക്കും തോന്നിയേക്കാം. ഈ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്, ഈ ഒരു പെർട്ടിക്കുലർ സംഭവം ഈ ലോകോത്തര ഫേമസ് ആയതും അത് വൈറലായി പോകാനും കാരണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 തോന്നുന്നു ഈ ഒരു സംഭവം വളരെയധികം വൈറലായി പോയത്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്റർനെറ്റിന്റെ പ്രശ്നമാണ്. ഇനിയിപ്പോ ഈ ഒരു കേവ് ആർട്ട് എങ്ങനെയാണ് വരച്ചെടുത്തത്, അതിന്റെ ടെക്നിക്ക് എന്താണ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡൈ എന്താണ്, അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ അറിയേണ്ടത് ഈ ഒരു സംഭവത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ്, എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സംഭവത്തെ ഇവർ വരച്ചെടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് വളരെയധികം കൗതുകകരമായിട്ടുള്ളതും ഇത് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് വരുമായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവത്തിന് വലിയൊരു കുഴപ്പമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ ചിത്രത്തിന്റെ പഴക്കമാണ്. 10,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് വരച്ചു തീർത്തത് എന്നുള്ളത് ഒരു ക്ലെയിം മാത്രമാണ്. അതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ 10,000 വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള പെയിന്റിംഗ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് അവർ പറയുന്നത്.
ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വളരെയധികം കൗതുകവും ഒരുപാട് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ചിന്തിക്കാനും ഇമാജിൻ ചെയ്യാനും ഉള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 10,000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഒരു സ്പേസ് ക്രാഫ്റ്റിനെ പറ്റിയിട്ടോ ആകാശത്ത് നിന്ന് വന്നിറങ്ങുന്ന ആൾക്കാരെ പറ്റിയിട്ടോ ഇമാജിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അതിന്റെ പ്രധാന കാരണം എന്താണ്? ഇത്തരം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരുടെ പ്രയോറിറ്റീസും അവരുടെ ആവശ്യങ്ങളും വേറെ വേറെ കാര്യങ്ങളാണ്. അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല. അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാർക്കിടയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പെയിന്റിങ്ങും ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ എന്തോ സംഭവത്തെ കണ്ടിട്ട് അതിനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് വരച്ചു വച്ചേക്കാനാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത്. എന്തോ ഒരു സംഭവത്തെ അവർ കാണുന്നു, അവരെന്താണോ കണ്ടത് അതിനെ അവരുടെ രീതിയിൽ ഇങ്ങനെ വരച്ചു വെക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സെൻസിബിൾ ആയിട്ട് തോന്നിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ ആ ഒരു കാര്യത്തോട് യോജിക്കില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പാരിഡോളിയ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചൊവ്വയുടെ സർഫസിൽ ഒരു മനുഷ്യന്റെ തല കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി മാത്രം ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം. ഇതുപോലെ തന്നെ ചില സമയങ്ങളിലെല്ലാം നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മേഘങ്ങൾ പല പല ഷേപ്പിൽ നിൽക്കുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. ചിലപ്പോൾ ഒരാളുടെ മുഖമായിട്ടായിരിക്കും കാണുന്നത്, ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിന് ഷേപ്പായിട്ടായിരിക്കും കാണുന്നത്, ചിലപ്പോൾ ഒരു സ്റ്റാറിന് ഷേപ്പായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ പല പല ഷേപ്പുകൾ നമുക്ക് ഇങ്ങനെ ഈ മേഘങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത്തരം ഷേപ്പുകളെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടായി വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. അത് നാച്ചുറലായിട്ട് തനിയെ ഉണ്ടായി വന്ന സംഭവങ്ങളാണ്. പക്ഷെ നമുക്ക് അതൊക്കെ കൃത്രിമമായിട്ട് തോന്നിക്കാൻ കാരണം നമ്മുടെ ബ്രെയിൻ പാറ്റേണുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാനിപ്പോ ഈ പറഞ്ഞതിന് ഒരു ഉത്തമ ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ഈജിപ്തിൽ കണ്ടുവരുന്ന ഒരു ഹൈറോഗ്ലിഫ് ആണ്, ഒരു കൊത്തുപണിയാണ്. ഈ ഒരു സംഭവത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഹെലികോപ്റ്റർ കാണാൻ കഴിയും, ഇവിടെ നമുക്കൊരു ബോട്ടും കാണാൻ കഴിയും. അതുപോലെ തന്നെ മോഡേൺ ആയിട്ട് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു കൊത്തുപണി ആയിക്കോട്ടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ വരച്ചു തീർത്ത ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരച്ചു തീർക്കാൻ കഴിഞ്ഞത്? ആ ഒരു ചോദ്യമാണ് പലരുടെയും മനസ്സിലേക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഇവർ ആ ഒരു സംഭവത്തെ കണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് മാത്രമാണ്. ഇവിടെ ഈജിപ്തിൽ കണ്ടുവരുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഹെലികോപ്റ്ററോ ഒരു ബോട്ടോ അല്ല. പണ്ട് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ചെയ്തു വന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതായത് ഒരു കൊത്തുപണി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഹൈറോഗ്ലിഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെയിന്റിങ്, ഒരു ആർട്ട് വർക്ക് ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അവർക്ക് അത് പെട്ടെന്ന് ഒന്ന് റീഇന്നോവേറ്റ് ചെയ്തിട്ട് അത് മാറ്റി വേറൊന്ന് അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അതിനെ മൂടിയിട്ട് അതിന്റെ മുകളിൽ വീണ്ടും ഒരു പുതിയ ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കൊത്തുപണി അതിന്റെ മുകളിൽ വെച്ച് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് അവർക്കുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ 2-3 തവണ ചെയ്തതായിട്ട് ആർക്കിയോളജിസ്റ്റുകൾ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകൾ 1000ഓളം വർഷങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോ ആ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പയ്യെ ദ്രവിച്ച് ഇല്ലാണ്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് ചെയ്തു തീർത്ത ആർട്ട് വർക്കുകളെല്ലാം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ആദ്യത്തെ ആർട്ട് വർക്കും രണ്ടാമത്തെ ആർട്ട് വർക്കും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇതിനെ നമുക്കൊരു ഹെലികോപ്റ്റർ ആയിട്ടും ഇതിനൊരു ബോട്ടായിട്ടൊക്കെ നമുക്ക് തോന്നിക്കുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോ കണ്ടുവരുന്ന സംഭവങ്ങളുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നതാണ്. മനുഷ്യർക്കിടയിലുള്ള ഈ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ പാരിഡോളിയ എന്ന് പറയുന്നത്. എന്നാൽ ഇതേ പ്രശ്നം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഒരു കേവ് ആർട്ടിലും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പറക്കുംതെളിയ പോലത്തെ ഒരു സംഭവം ചിലപ്പോ അവർ സൂര്യനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. സാധാരണ ഇത്തരത്തിലുള്ള കേവ് ആർട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ വട്ടത്തിലുള്ള സംഭവങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് സൂര്യനെയാണ്. അതോടൊപ്പം ഇതിന് ചുറ്റും കാണുന്ന ഈ വരകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും അന്നത്തെ അവരുടെ ഒരു പ്രയോഗമായിരിക്കാം. ഈ ഒരു സംഭവത്തെ മുഴുവനായിട്ട് ഒറ്റ ഇമേജ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിനെ പറക്കുംതെളിയായിട്ട് തോന്നിക്കുന്നതുമായിരിക്കാം.
എന്നാൽ ഈ ഒരു സംഭവത്തിനോട് കൂട്ടിച്ചേർക്കാനായി മൂക്കും വായും ഇല്ലാത്ത മനുഷ്യരുടെ രൂപം അവിടെ വരച്ചു വെച്ചേക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരു ലോക്കൽ ട്രഡീഷൻ ഉണ്ട്. അതായത് ആകാശത്ത് നിന്ന് എന്തോ സംഭവങ്ങളൊക്കെ വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവരുടെ ട്രഡീഷനിൽ പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ അതായത് മനുഷ്യന്റെ ആ ഒരു പാറ്റേൺ സീക്കിംഗ് ആയിട്ടുള്ള ആ ഒരു ബ്രെയിനിന്റെ പ്രോബ്ലം ഇല്ലേ, അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത്ര അധികം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ അന്യഗ്രഹ ജീവികൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ തലയിലേക്ക് എന്തായാലും വരും. ഞാനിപ്പോ ഈ പറഞ്ഞത് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ഐഡിയ മാത്രമാണ്. ഇപ്പൊ ചിലപ്പോ അവരങ്ങനത്തെ ഒരു സംഭവത്തെ കണ്ടിട്ടായിരിക്കാം വരച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയില്ല. പക്ഷെ മനുഷ്യർക്ക് പണ്ട് മുതലേ ഈ പാറ്റേൺ സീക്കിങ്ങിന്റെ ഐഡിയ ഉള്ളത് കൊണ്ട് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യമായിരിക്കാം ശരിക്കും ശരിയായിട്ടുള്ള കാര്യം. എന്താ കാര്യം എന്നറിയില്ല. ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒരുപാട് റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിൽ പകുതിയും കാണിക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന കേവ് ആർട്ടുകളാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള റീൽസ് എല്ലാം ഡെയിലി എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വളരെയധികം മാച്ചിങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.